കണ്ണൂർ മുന്നേറ്റം തുടരുകയാണ്. ഇപ്പോൾ കലോത്സവ വേദിയിൽ നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, വേദികളിൽ മത്സരം കടുപ്പിച്ച് തന്നെ മുന്നേറുകയാണ്. കപ്പ് കണ്ണൂർ തന്നെ കൊണ്ടുപോകുന്നതാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഹരിത, തീർച്ചയായും. കാരണം കലോത്സവ വേദികളെല്ലാം തന്നെ ഈ 4 ദിവസം ഉണർന്നു കഴിഞ്ഞു. വളരെ സജീവമായിട്ട് തന്നെ മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിന്റെ ചൂടിന് പുറമെ ഇവിടെ കൊല്ലത്തെ ഈ ഒരു കാലാവസ്ഥയും വളരെ ശക്തമായ ഒരു ചൂടാണ്. ഈ ചൂട് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു ലുക്കിൽ ഇറങ്ങേണ്ടി വരുന്നത് ഈ കലോത്സവ നഗരിയിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കലോത്സവത്തിന്റെ ചൂട് ഇങ്ങനെ കെങ്കേമമായി മുന്നോട്ട് പോകുമ്പോൾ 684 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 673 പോയിന്റുമായി പാലക്കാട് തൊട്ടുപിറകിലുണ്ട്. ആതിഥേയരായ കൊല്ലം 5ാം സ്ഥാനത്താണ്. 646 പോയിന്റാണ് അവർക്കുള്ളത്. ഈ കണ്ണൂർ മുന്നിട്ട് നിൽക്കുമ്പോൾ കണ്ണൂരുകാർ തന്നെയായിട്ടുള്ള കുറച്ച് കൂടിയാട്ടം കലാകാരിമാർ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അവരോട് തന്നെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയണം. അവർ വന്നത് കണ്ണൂർ മമ്പറത്ത് നിന്നാണ്. കൂടിയാട്ടത്തിൽ മത്സരിച്ചു അല്ലേ? എന്താ പേരെന്താ? നക്ഷത്ര, ദേവഗംഗ, നന്ദിത, ആവണി, സിയാസുദ്ദീൻ, തീർത്ഥഹരി, അലീഷ. ഓക്കെ. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ വേദി 14 G ദേവരാജൻ സ്മൃതിയിൽ നടന്ന കൂടിയാട്ടം മത്സരം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് ആശ്രാമം മൈതാനത്തേക്കാണ് എത്തിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന്റെ സ്റ്റുഡിയോയിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇനി മത്സര ഫലത്തിനായുള്ള കാത്തിരിപ്പാണ് ഉള്ളത്. കണ്ണൂരാണ് മുന്നിലുള്ളത്. എങ്ങനെ തോന്നുന്നു ഈ ഒരു സാഹചര്യം? ഒന്നും പറയാനില്ലെന്ന് പറയും. സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ തന്നെ ഫസ്റ്റ് വാങ്ങണം ആഗ്രഹം. വളരെയധികം സന്തോഷം. നമ്മൾ കാരണം ഒരു ജില്ലക്കൊരു പോയിന്റ് കിട്ടുക എന്ന് പറയുന്നത് നല്ല, അതുകൊണ്ട് സന്തോഷം. ഇത്തവണ നമ്മൾ കണ്ണൂരുകാർ തന്നെ കപ്പ് കൊണ്ടുപോകും? തീർച്ചയായിട്ടും കൊണ്ടുപോകും. കണ്ണൂരാണ്. ഹരിത, ഇത്തവണ കഴിഞ്ഞ തവണ കോഴിക്കോടായിരുന്നു, ഹരിതയുടെ കോഴിക്കോടായിരുന്നു കപ്പ് കൊണ്ടുപോയത്. എന്നാൽ ഇത്തവണ ഞങ്ങളുടെ കണ്ണൂർ അല്ലേ, ഞങ്ങളുടെ കണ്ണൂര് കപ്പ് കൊണ്ടുപോകും എന്നാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂടിയാട്ടം കലാകാരിമാർ എല്ലാവരും തന്നെ പറയുന്നത്. ഇനിയിപ്പോ എത്ര മണിക്ക് ഈ റിസൾട്ട് വരും? വൈകുന്നേരം 5 മണി കഴിയും. ഓക്കെ, അതുവരെ കാത്തിരിക്കും. പിന്നെ കിട്ടുമോ? കിട്ടണമല്ലോ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും. എങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്? നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും കിട്ടും, നമ്മൾ വാങ്ങിക്കും. ഫസ്റ്റ് എങ്ങനെയായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രകടനം? എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ 2ാമതായിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ കുറെ ടീമുണ്ട് ഇനി കഴിയാന്. അതെ, നമ്മൾ 2ാമതായിട്ടാണ് കയറിയിട്ടുള്ളത്. അത് കുറെ ടീമുണ്ട് ഇനി കയറാന് അല്ലേ? അതല്ലേ കണ്ണൂർ ഭാഷ? ഞാൻ കണ്ണൂരായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് കിട്ടും തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. എങ്ങനെ? സ്റ്റേറ്റിലെ എ ഗ്രേഡാണ്. കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയവരാണ് ഇവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും ഈ എ ഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് കണ്ണൂരിന് കപ്പടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളതാണ്. എന്തായാലും കൊല്ലം എങ്ങനെയുണ്ട്? കൊല്ലത്തെ കുറിച്ച് കൊല്ലം ഇഷ്ടമായോ? മോശമില്ല കൊല്ലത്തെ കുറിച്ച്. കൊല്ലത്ത് വന്നിറങ്ങി, അതിനുശേഷം എപ്പോഴാണ് ഇറങ്ങിയത്? ഇവിടെ എപ്പോഴാണ് വന്നത്? ഇന്നലെ ഉച്ചക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഭക്ഷണം? കാരണം പൊതുവെ നമ്മുടെ കണ്ണൂരുകാരെന്ന് പറയുന്നത് ഭക്ഷണപ്രിയരാണ് അല്ലേ? അപ്പോൾ ഈ കൊല്ലത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിച്ചോ? കൊല്ലത്തെ ഭക്ഷണം കുഴപ്പമില്ല, സൂപ്പറാണ്. കൊല്ലത്തെ ആളുകളൊക്കെ എങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറി? നല്ല ആൾക്കാരാണ്. നമുക്ക് ചായയൊക്കെ ഇപ്പുറത്തെ വീട്ടിലേക്ക് വെച്ചാൽ നമ്മുടെ നിന്ന വീട്ടിന്റെ അപ്പുറത്തേക്ക് കണ്ട. കണ്ണൂരുകാർ പറയാണ് കൊല്ലംകാര് നമുക്ക് വേണ്ടി ചായ പോലും തൊട്ടിപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് അല്ലേ, കണ്ണൂരുകാർ താമസിക്കുന്ന വീട്ടിലേക്ക് കൊല്ലംകാർ കൊണ്ടുപോയി. ഇത് തന്നെയാണ് കൊല്ലത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. കാരണം ഈ കല പകരുന്ന ഒരു സന്ദേശം ഇതാണ് ഹരിത. കാരണം കലയിലൂടെ സ്നേഹം പകരുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ ജാതി മത രാഷ്ട്രീയ അതിരുകൾക്കപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് ചിന്തിപ്പിക്കുന്നതാണ് കല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തൊട്ടുപിറകിൽ കനത്ത വെയിലാണ്, കൊടും ചൂടാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കണ്ണ് കുറുകിപ്പോകുന്ന അല്ലെങ്കിൽ കണ്ണ് ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും നമുക്ക് ഫ്രെയിമിലേക്ക് നോക്കേണ്ടി വരിക. എന്ന അവസ്ഥയിൽ പോലും ഒരു കുട പോലും ചൂടാതെ കുറേ കൊല്ലംകാരുണ്ട് നമ്മളെ ഈ കലാകാരിമാരോടൊപ്പം തന്നെ. നിങ്ങൾക്ക് എന്തായാലും ഇനി നിങ്ങളുടെ പെർഫോമൻസ് ഇവിടെ ഉണ്ടോ? എങ്ങനെയാ? ചെയ്യണം.
നമുക്ക് എന്തായാലും ഈ കൊച്ചുകൂട്ടുകാരുടെ പ്രകടനം കാണാം. അതിന് മുന്നേ തന്നെ മറ്റൊരു വേദിയിലേക്ക് നമുക്ക് പോയി വരാം. ആ വേദിയിലെ മത്സരം കഴിഞ്ഞ ഉടനെ നേരെ ഇവരുടെ